ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കുറുമയും പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കുറുമയിലേക്ക് 3 വലിയ വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 1/2 കിലോന് ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 വലിയ പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഒനിയൻ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും നമ്മുടെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമ്മളെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് നല്ല ജീരകം, ബേ ലീഫ് കുറേശ്ശെ മതി കേട്ടോ, അല്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വിസിലിന് ശേഷം സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും പൊട്ടാറ്റോയും എല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. 1/2 കപ്പ് തേങ്ങ ഞാൻ ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മുടെ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് വരാൻ പാടില്ല. പിന്നെ ഞാൻ നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഒനിയന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒനിയന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കുറുമയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒനിയന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചിക്കൻ കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിതിലേക്ക് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പത്തിരിയാണ്. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ 1/2 ടീസ്പൂണ് കരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നമ്മുടെ പത്തിരി കഴിക്കുമ്പോൾ കരിഞ്ജീരകം വളരെ നല്ലതാണ്. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കരിഞ്ജീരകം ഇട്ടിട്ടുള്ള പത്തിരി. അപ്പോൾ അത് വെള്ളം തിളക്കുമ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതുപോലെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് പത്തിരി ചുട്ടെടുക്കണം. നമ്മുടെ പത്തിരി പ്രസ്സിൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറച്ച് ബട്ടർ പേപ്പറുകളുണ്ട്. ഇതെനിക്ക് ഫ്രോസൺ പൊറോട്ട മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് പത്തിരിയും പൂരിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രസ്സിലാണ് കേട്ടോ ഇതുപോലെ ചെയ്യുക. അപ്പോൾ 2 സൈഡിലും എണ്ണ പുരട്ടി കൊടുത്തിട്ട് പേപ്പർ 2 സൈഡിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരി നമുക്ക് അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ നിങ്ങളിതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കവറൊന്നും ഇതിൻ്റെ മേലെ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ ഈ പത്തിരി പ്രസ് വളരെ പഴയതാണ്. ഞാനിതൊന്ന് പെയിൻറ് ചെയ്തിട്ട് പുതിയതാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 10 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ എൻ്റെ പത്തിരി പ്രസ്സിന്. പെയിൻറ് പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പത്തിരി പ്രസ് പഴയതൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ പോയിട്ട് നാശമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ അടിപൊളിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഞാൻ പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പത്തിരിയുടെ 2 സൈഡിൽ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കരിഞ്ജീരക പത്തിരിയും നല്ല അടിപൊളി ചിക്കൻ കുറുമയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാവും ഉണ്ടാക്കുക. അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റും എഴുതാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.